ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോൺ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കോൺ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിഷസും കാര്യങ്ങളും, ഡിഷസ് മീൻസ് സാലഡ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ സ്വീറ്റ് കോൺ കൊടുന്നപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കോൺ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4 to 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കിന് തന്നെ ഇത് നന്നായിട്ട് സോട്ടായി വരും കേട്ടോ. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി സ്വീറ്റായിട്ട് ഇത് ബ്രൗൺ കളർ ആവും കേട്ടോ, അതായത് സോട്ടായി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നമുക്ക് ഗ്രീൻ ചില്ലിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലിയും ജസ്റ്റ് ഒന്ന് സോട്ടായതിന് ശേഷം ഓരോ വെജിറ്റബിൾസ്, ആദ്യം ഞാൻ ചേർക്കുന്നത് ബീൻസാണ്, പിന്നെ നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കോൺ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. കോൺ നമ്മൾ ഓൾറെഡി വേവിച്ച കോണാണ് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് കോണ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് ആ ഉപ്പൊക്കെ എല്ലാത്തിലോട്ടും ഒന്ന് പിടിച്ചോട്ടെ. ആ സമയത്ത് തന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിളൊക്കെ നന്നായി സോട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് റൈസ് ആഡ് ചെയ്യാം കേട്ടോ. റൈസ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത റൈസാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ റൈസിലൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ സോയാ സോസ് ഇപ്പോൾ ചേർക്കുന്നത് ആ സോട്ട് ചെയ്ത ടൈമിലാണ് സോയാ സോസ് ചേർക്കേണ്ടിയിരുന്നത്. അത് ഞാൻ വിട്ടു പോയതാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം ചേർക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുക. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോസസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് വേണം കേട്ടോ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പം ആഡ് ചെയ്തത് ഒരു തരം മല്ലിയിലയാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു തരം മല്ലിയിലയാണ്. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ടൊരു സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഫ്രൂട്ട്സായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് പേരക്ക, അതേപോലെ തന്നെ മാങ്ങ, പിന്നെ ക്യൂക്കുംബറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ കട്ട തൈര്, ആ തൈരും കുരുമുളകും അതേപോലെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ സാലഡ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ സാലഡ് വന്നിട്ട്. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒലീവ് ഓയിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒലീവ് ഓയിൽ അടുത്തത് യൂസ് ചെയ്യുന്നത് എഗ്ഗ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഞാനൊരു ബുൾസൈ കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. തുടക്കത്തിൽ തന്നെ നല്ല ഫ്ലോപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഷേപ്പില്ലാത്ത ബുൾസൈ, ഏതോ ഒരു ഷേപ്പ്. അപ്പം ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലോപ്പായതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്തിരി ജ്യൂസ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.